പ്രൊജക്റ്റീവ് മെത്തേഡ്സ് ഓൺ പേഴ്സണാലിറ്റി. പ്രൊജക്റ്റീവ് മെത്തേഡ്സ് ഓൺ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ദീസ് ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ ദ സൈക്കോളജിക്കൽ ഫിനോമിനോൺ ഓഫ് പ്രൊജക്ഷൻ. Projection means attributing one's own desires and feelings on others. The test materials are pictures, ink blots, incomplete stories, etc. അതായത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലെ ഡിസയേഴ്സും അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പിക്ചേഴ്സ്, ഇങ്ക് ബ്ലോട്ട്സ്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് എന്നിവയൊക്കെയാണ് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കൈൻഡ്സ് ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. 7 തരത്തിലുള്ള പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ഉള്ളത്. റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. അതിൽ ഒന്നാമത്തത് റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഹെർമൻ റോഷ എ സ്വിസ് ഇൻ 1921. അതായത് 1921 സ്വിസ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ റോഷയാണ് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 സ്റ്റാൻഡേർഡൈസ്ഡ് കാർഡ്സ്, 5 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് അതർ 5 മൾട്ടി കളേർഡ്. ഈച്ച് കാർഡ് consists of a bilaterally symmetrical ink blot. Thus are printed on 7 into 9.5 inch cards. അതായത് ഈ ടെസ്റ്റിന് വേണ്ടി 10 കാർഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ 5 എണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റും 5 എണ്ണം മൾട്ടി കളേർഡും ആയിരിക്കും. ഇത് ബൈലാറ്ററലി സിമെട്രിക്കൽ ഇങ്ക് ബ്ലോട്ട് ആയിരിക്കും. അതായത് ഈ കാർഡ് മടക്കി നിവർത്തുമ്പോൾ അതിൻ്റെ 2 വശവും ഒരേ രീതിയിൽ ഉള്ള കാർഡായിരിക്കും ഇതിന് വേണ്ടിയിട്ട് നൽകുന്നത്. അപ്പം ഇത് 7 into 9.5 inch കാർഡായിരിക്കും ഈ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. He tells only what he sees in his imagination and his responses reveal many of his personality traits. അപ്പോൾ ഈ കാർഡിലെ പിക്ചർ കാണുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ ഇമേജിനേഷൻ ആ കുട്ടി പറയുമ്പോൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതാണ് റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റിൽ പറയുന്നത്. രണ്ടാമത്തത് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. It developed by Morgan and Murray in 1935. The test materials consist of 30 pictures, 10 common, 10 for men and 10 for men. അതായത് ഇത് മോർഗൻ ആൻഡ് മുറേ 1935 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് 30 പിക്ചേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതിൽ 10 കോമൺ, 10 for men and 10 for women. It portrays human beings in a variety of actual life situations. The subject is asked to interpret the cards by telling a story about each. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ച്വൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളായിരിക്കും ഈ കാർഡുകളിൽ നൽകിയിരിക്കുക. അപ്പം ഈ കാർഡിൽ എന്താണോ കുട്ടി കാണുന്നത് അത് ഒരു സ്റ്റോറി പോലെ പറയാൻ കുട്ടിയോട് പറയുന്നു. സബ്ജക്റ്റ് ഹാസ് ടു ഡിസ്ക്രൈബ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പിക്ചർ, വാട്ട് കോസ്ഡ് ഇറ്റ് ടു ഹാപ്പൻ ആൻഡ് വാട്ട് വുഡ് ബി ദ റിസൾട്ട്. അതായത് ഈ പിക്ചറിൽ എന്താണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്നതിനുണ്ടായ കാരണം എന്തായിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും. ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് ഈ കുട്ടി പറയേണ്ടത്.
അപ്പം ഇതിലൂടെ ആ കുട്ടി പറയുന്നതിലൂടെ നമുക്ക് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇതാണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ പറയുന്നത്. ഇനി മൂന്നാമത്തത് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഡെവലപ്ഡ് ബൈ ബെല്ലാക് ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 3 to 10 years. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബെല്ലാക് ആണ്. ഇത് 3 തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 കാർഡ്സ് ഈച്ച് കണ്ടെയ്നിങ് പിക്ചേഴ്സ് ഓഫ് ആനിമൽസ് ഇൻ വേരിയസ് ലൈഫ് സിറ്റുവേഷൻ. The child is asked to tell a story based on the picture and whatever story child makes, he projects himself. അതായത് ഈ ടെസ്റ്റിന് 10 കാർഡാണ് ഉപയോഗിക്കുന്നത്. ഈ കാർഡിൽ ആനിമലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഈ കുട്ടിക്ക് ഈ പിക്ചറിൽ നിന്ന് എന്താണോ മനസ്സിലായത് അത് പറയുവാൻ ആവശ്യപ്പെടുന്നു. അപ്പം അതിലൂടെ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ പറയുന്നത്. ഇനി നാലാമത്തത് പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്. It is designed by Morgan and Gare in 1956. Picture situation index consists of 10 cards, each depicting a home situation involving a boy and his mother in conflict. അതായത് ഇതിലും 10 കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു മകനും അതുപോലെ തന്നെ അമ്മയും തമ്മിൽ വീട്ടിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും ഈ കാർഡിൽ നൽകിയിട്ടുണ്ടാവുക. He is invited to tell what is happening in the picture, what the character in it might say or do and how they would feel. It will enable children to discuss their problems. അതായത് ഇത്തരത്തിൽ ഒരു മകനും അതുപോലെ തന്നെ അമ്മയും തമ്മിൽ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചറാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പം ഇതിൽ എന്താണ് നടക്കുന്നത് എന്ന് കുട്ടിയോട് പറയാൻ ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ കുട്ടി എന്താണോ പറയുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലെ കാര്യങ്ങളെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. അപ്പം ഇതിലൂടെ ആ കുട്ടിയുടെ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇൻഡെക്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അഞ്ചാമത്തത് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. It consists of a list of incomplete sentences. The child is asked to go through the list and complete the sentence quickly. He completes each sentence from which the teacher gets an idea about the personality traits of the child. അതായത് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ കുട്ടിയോട് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പം ഇതിൽ ആ കുട്ടി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം ഏത് രീതിയിലാണോ കുട്ടി കംപ്ലീറ്റ് ചെയ്തത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ കുട്ടിയുടെ ഇന്നർ ഫീലിങ്സ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. It is developed by Jung. In Jung, it is used for the diagnosis of behavior disorder. The test consists of a number of words selected from areas of conflict such as school, home, community, etc. അതായത് ഇത് യൂങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പം ഈ ടെസ്റ്റിൽ ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഏരിയാസ് ആയിട്ടുള്ള സ്കൂള്, അതുപോലെ തന്നെ ഹോം, കമ്മ്യൂണിറ്റി എന്നിവയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ് ആ കുട്ടിക്ക് നൽകുന്നു. അപ്പം ആ വേർഡ് ആ കുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടി എന്താണോ ആ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത് അതായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലെ കാര്യങ്ങൾ എന്നാണ് ഇതിൽ പറയുന്നത്.
The subjects are asked to speak out the first word that comes to his mind as soon as the examiner speaks one. The reaction time and responses are noted, which reveal the inner feelings of the child. അതായത് ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഫാദർ എന്ന കുട്ടീനോട് പറയുമ്പം ആ കുട്ടി എന്താണോ പറയുന്നത്, ലവ് അല്ലെങ്കിൽ ഫിയർ അല്ലെങ്കിൽ ഹെയ്റ്റ്, അതായത് ഫാദർ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് മനസ്സിൽ വരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഏഴാമത്തത് സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. An incomplete story may be told to the child and he may be asked to complete it. While completing the story, the child may reveal his inner feelings, desires and worries. അതായത് ഒരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി കുട്ടിക്ക് നൽകുന്നു. അപ്പം ആ കുട്ടീനോട് അതിൻ്റെ ബാക്കി എന്താണെന്ന് ചോദിക്കുന്നു. അതായത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടി കുട്ടിയോട് പറയുന്നു. അപ്പം ആ കുട്ടി ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ആ കുട്ടിയുടെ മനസ്സിലെ ഫീലിങ്സും അതുപോലെ തന്നെ ഡിസയേഴ്സ്, വെറീസൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. The story selected should be such as it touches the emotional life of the child whose personality trait we wish to assess. അതായത് നമ്മൾ ഒരു സ്റ്റോറി കുട്ടിക്ക് നൽകുമ്പോൾ ആ കുട്ടിയുടെ ഇമോഷണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് അതിന് ആ സ്റ്റോറി കംപ്ലീറ്റ് ആക്കുവാൻ കഴിയുകയും നമുക്ക് പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ ഇന്നർ ഫീലിങ്സും ഡിസയേഴ്സും വെറീസും ഒക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റിലൂടെ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രൊജക്റ്റീവ് മെത്തേഡ്സ് ഓൺ പേഴ്സണാലിറ്റി ആണ്. അതിൽ 7 തരത്തിലുള്ള ടെസ്റ്റാണ് നമ്മൾ പറഞ്ഞത്.